ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാണക്യന്റെ 5 അപൂർവ സാമ്പത്തിക പാഠങ്ങൾ, ആധുനിക കാലത്തെ അതിന്റെ പ്രസക്തിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ചാണക്യന്റെ 5 അപൂർവ സാമ്പത്തിക പാഠങ്ങളും ആധുനിക കാലത്തെ അതിന്റെ പ്രസക്തിയും എന്താണെന്ന് നോക്കാം. അതീതകാലത്തിന്റെ തണലിൽ നിന്ന് ചാണക്യൻ എന്ന മഹാനായ തന്ത്രജ്ഞൻ നമുക്ക് നൽകിയ സാമ്പത്തിക ജ്ഞാനം ഇന്നും അത്ര തന്നെ പ്രസക്തമാണ്. രാഷ്ട്രനീതിയിലെ അഥവാ ഇൻ നാഷണൽ ജസ്റ്റിസിൽ അദ്ദേഹത്തിന്റെ അഗാധമായ അറിവ് നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിയും അതിലേറെ ആഴമുള്ളതായിരുന്നു. പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ മാത്രമല്ല, അത് നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള തന്ത്രങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ മിക്കപ്പോഴും പൊതുവായ ഉപദേശങ്ങളായി ചുരുക്കപ്പെടാറുണ്ടെങ്കിലും അവയിൽ ഒളിഞ്ഞിരിക്കുന്ന അപൂർവവും ആഴത്തിലുള്ളതുമായ ഉൾക്കാഴ്ചകൾ ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തും. ചാണക്യനിൽ നിന്നുള്ള 5 അപൂർവവും വളരെ അപൂർവമായി ചർച്ച ചെയ്യപ്പെടുന്നതുമായ സാമ്പത്തിക പാഠങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോന്നിനും നിങ്ങൾക്കിപ്പോൾ പ്രയോഗിക്കാൻ കഴിയുന്ന ആധുനിക കാലത്തെ പ്രായോഗിക രീതികളും എന്താണെന്ന് നോക്കാം. 1. സമ്പത്ത് നിങ്ങൾ താമസിക്കുന്നിടത്തല്ല, വളരുന്നിടത്ത് സൂക്ഷിക്കണം. ചാണക്യൻ പറയുന്നു, ഒരു ജ്ഞാനി ഉപജീവനമാർഗമില്ലാത്ത സ്ഥലത്ത് താമസിക്കരുത്. എന്താണതിന്റെ അർത്ഥം? ഒരു സ്ഥലത്തോടുള്ള വൈകാരിക അടുപ്പം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടയാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ജന്മനാട്ടിലോ നിലവിലെ സ്ഥലത്തോ അവസരങ്ങളില്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറാനോ നിക്ഷേപിക്കാനോ തയ്യാറാകുക. അവസരങ്ങളുള്ളിടത്ത് സമ്പത്ത് വളരുന്നു. ആധുനിക കാലത്തെ കാഴ്ചപ്പാടിൽ നമുക്കതിനെ ഇങ്ങനെ നിർവചിക്കാം: ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ പണമോ കരിയറോ ഒരു സ്ഥലത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തരുത്. വിദൂര ജോലി, അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ, നിങ്ങളുടെ ആസ്തികൾ കാര്യക്ഷമമായി സമ്പാദിക്കാനും വളർത്താനും കഴിയുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക് താമസം മാറൽ എന്നിവയ്ക്കായി ശ്രമിക്കുക. വിദേശ സ്റ്റോക്ക് മാർക്കറ്റുകൾ, ഡിജിറ്റൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥകളിലെ റിയൽ എസ്റ്റേറ്റ് എന്നിവയിലൂടെ ആഗോളതലത്തിൽ ഏറ്റവും സമ്പന്നരായ വ്യക്തികൾ അവരുടെ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നത് പോലെ ചെയ്യുക. ഒരു കാലത്ത് നമ്മുടെ പൂർവികർ ജനിച്ച സ്ഥലത്തു തന്നെ ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടാറായിരുന്നു. പക്ഷേ ഇന്ന് ലോകം മാറിയിരിക്കുന്നു. അവസരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ സമ്പത്ത് വളർത്താൻ നാം പോകേണ്ടിടത്ത് പോയേ മതിയാകൂ. ഒരു പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നാം അത്തരം ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. 2. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒരിക്കലും പണം കടം കൊടുക്കരുത്. ചാണക്യൻ എപ്പോഴും അടിവരയിട്ട് പറയുന്നൊരു കാര്യം, ഒരു സുഹൃത്തിന് നൽകുന്ന വായ്പ ഇരുവരെയും ശത്രുക്കളാക്കി മാറ്റും. അതിനർത്ഥം പ്രിയപ്പെട്ടവർക്ക് പണം കടം കൊടുക്കുന്നത് ദയയുള്ളതായി തോന്നിയേക്കാം, പക്ഷേ അത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നു. അവർ തിരിച്ചടയ്ക്കാൻ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് പണവും ബന്ധവും നഷ്ടപ്പെടും. ആധുനിക രീതിയിൽ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം: വായ്പ നൽകുന്നതിനുപകരം സാമ്പത്തിക വിദ്യാഭ്യാസമോ നിക്ഷേപ അവസരങ്ങളോ വാഗ്ദാനം ചെയ്യുക. നിങ്ങൾക്ക് സഹായിക്കേണ്ടി വന്നാൽ അത് വായ്പയായി കണക്കാക്കുന്നതിനുപകരം ഒരു സമ്മാനമായി കണക്കാക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്നത് മാത്രം നൽകുക. പകരമായി നിങ്ങളെ ആശ്രയിക്കുന്നതിനുപകരം സാമ്പത്തിക ആസൂത്രണ ഉപകരണങ്ങളിലേക്കോ മൈക്രോ ലോണുകളിലേക്കോ നിക്ഷേപ ഓപ്ഷനുകളിലേക്കോ അവരെ നയിക്കുക. നമ്മുടെ അടുത്തവർക്ക് സഹായിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മുടെ സൗഹൃദത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കരുത്. പണം കടം കൊടുക്കുന്നതിനുപകരം അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്ന മറ്റു മാർഗങ്ങൾ നമുക്ക് തേടാം. 3. രാഷ്ട്രീയ അവബോധമില്ലാത്ത സമ്പത്ത് അപകടകരമാണ്. ചാണക്യൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അറിവില്ലാത്ത ഒരു ധനികൻ സിംഹങ്ങൾ നിറഞ്ഞ കാട്ടിലെ ഒരു മാനിനെ പോലെയാണെന്നാണ്. ആധുനിക നിഗമനത്തിൽ ഇങ്ങനെ ചേർത്തു വായിക്കാം: അതായത് സർക്കാർ നയങ്ങൾ, നികുതി നിയമങ്ങൾ, സാമ്പത്തിക പ്രവണതകൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അതിസമ്പന്നർ അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ നിയമപരമായ നികുതി ലാഭിക്കൽ തന്ത്രങ്ങൾ, ലോബിയിങ്, ആഗോള ആസ്തി വൈവിധ്യവൽക്കരണം എന്നിവ ഉപയോഗിക്കുന്നു. നയമാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പണപ്പെരുപ്പം, നികുതി, സാമ്പത്തിക നിയന്ത്രണങ്ങൾ എന്നിവ നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സമ്പത്ത് എന്നത് ശക്തിയാണ്. അത് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു. രാഷ്ട്രീയം സമ്പത്തിനെ സ്വാധീനിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ, നികുതി നിരക്കുകൾ, നിയമങ്ങൾ എന്നിവ നിങ്ങളുടെ സമ്പത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. രാഷ്ട്രീയ അവബോധമില്ലാത്തവർക്ക് അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ പ്രയാസമായിരിക്കും. ജിയോപൊളിറ്റിക്സ് മാർക്കറ്റിനെയും അതുവഴി നമ്മുടെ നിക്ഷേപങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ ബോധം അഥവാ പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ നികുതികൾ കൂടുതലായി അടയ്ക്കേണ്ടി വന്നേക്കാം, അവരുടെ നിക്ഷേപങ്ങൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് നിയന്ത്രണങ്ങൾ നേരിടേണ്ടിയും വന്നേക്കാം. 4. ഒരൊറ്റ കറൻസിയെയോ സാമ്പത്തിക വ്യവസ്ഥയെയോ ആശ്രയിക്കരുത്. ചാണക്യൻ പറയുന്നത്, ജ്ഞാനികൾ അവരുടെ എല്ലാ സമ്പത്തും ഒരിടത്ത് സ്ഥാപിക്കുന്നില്ല, അവർ അത് പല സ്രോതസ്സുകളിലേക്ക് വിതരണം ചെയ്യുന്നു എന്നാണ്. അതിന്റെ അർത്ഥം ഒരൊറ്റ ധനകാര്യ സ്ഥാപനത്തെയോ കറൻസിയെയോ ആസ്തി വിഭാഗത്തെയോ ആശ്രയിക്കുന്നത് അപകടകരമാണെന്നാണ്. ആ സംവിധാനം തകർന്നാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും. വൈവിധ്യവൽക്കരണത്തിൽ നിന്നാണ് യഥാർത്ഥ സാമ്പത്തിക സുരക്ഷ ഉണ്ടാകുന്നത്. ആധുനിക നിഗമനത്തിൽ ഇങ്ങനെ പറയാം: നിങ്ങളുടെ എല്ലാ സമ്പത്തും ഒരു രാജ്യത്തിന്റെ കറൻസിയിലോ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നിക്ഷേപത്തിലോ നിക്ഷേപിക്കരുത്. ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, ക്രിപ്റ്റോ, വിലയേറിയ ലോഹങ്ങൾ,
അന്താരാഷ്ട്ര അക്കൗണ്ടുകൾ എന്നിവയിലുടനീളം നിങ്ങളുടെ പണം വ്യാപിപ്പിക്കുക. ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ സമ്പാദ്യം മാത്രമല്ല ചെയ്യുന്നത്, സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ അവർ തന്ത്രപരമായി അവരുടെ പണം നീക്കിവെക്കുന്നു. ഒരു പന്തയം പോലെയാണ് എല്ലാ മുട്ടകളും ഒരേ കുട്ടയിൽ വയ്ക്കുന്നത്. ഒരു സാമ്പത്തിക തകർച്ചയുണ്ടായാൽ നിങ്ങളുടെ എല്ലാ സമ്പത്തും അപകടത്തിലാകും. നിക്ഷേപങ്ങളെ വൈവിധ്യവൽക്കരിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. നിങ്ങളുടെ പണം വിവിധ ആസ്തി വിഭാഗങ്ങളിലും വിവിധ രാജ്യങ്ങളിലും നിക്ഷേപിക്കുക. ഇത് നിങ്ങളെ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും നിങ്ങളുടെ സമ്പത്ത് വളരാൻ സഹായിക്കുകയും ചെയ്യും. 5. അഭിവൃദ്ധി അഥവാ പ്രോസ്പെറിറ്റി നിശബ്ദമായിരിക്കണം, പൊങ്ങച്ചം കാണിക്കരുത്. ചാണക്യന്റെ ഓർമ്മപ്പെടുത്തൽ: ഒരു പാമ്പ് അത് വിഷമുള്ളതല്ലെങ്കിൽ പോലും വിഷമുള്ളതായി നടിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? സമ്പത്ത് കൊണ്ട് പൊങ്ങച്ചം കാണിക്കുന്നത് അനാവശ്യ ശ്രദ്ധ, അസൂയ, അതുപോലെ ഭീഷണികൾ, സാധ്യതകൾ എന്നിവയെ ക്ഷണിച്ചു വരുത്തുന്നു. യഥാർത്ഥ സാമ്പത്തിക ശക്തി വിവേചനാധികാരത്തിലാണ്. ആധുനിക രീതിയിൽ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനം ചെയ്യാം: തട്ടിപ്പുകാരെയോ കേസുകളെയോ മോശം ഇടപാടുകളെയോ ആകർഷിക്കുന്ന സമ്പത്തിന്റെ മിന്നുന്ന പ്രത്യക്ഷ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രദർശനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പല ശതകോടീശ്വരന്മാരും സമ്പത്ത് മറയ്ക്കുന്നു, നിശബ്ദമായി ആസ്തികൾ വളർത്തുമ്പോൾ എളിമയോടെ ജീവിക്കുന്നു. പദവിക്കായി ആഡംബരം വാങ്ങുന്നതിനുപകരം നിശബ്ദമായി സമ്പത്ത് സൃഷ്ടിക്കുന്ന ആസ്തികൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ശക്തി മറച്ചുവെച്ച് എന്നാൽ തന്ത്രപരമായി വേണ്ട സ്ഥാനത്ത് വെക്കുക. സമ്പത്ത് പ്രകടനം ചെയ്യുന്നത് അപകടകരമാണ്. അത് അസൂയയും അപകടവും ക്ഷണിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് കാണിക്കുന്നതിനുപകരം അത് നിശബ്ദമായി വളർത്തുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സ്വന്തം ഉപയോഗത്തിനായി ഉപയോഗിക്കുക, അത് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതിനായി ഉപയോഗിക്കരുത്. ചാണക്യന്റെ സാമ്പത്തിക ജ്ഞാനം സമ്പാദ്യം, നിക്ഷേപം എന്നിവയെക്കുറിച്ചുള്ള സാധാരണ ഉപദേശങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ സമ്പത്തിന്റെ ആഴമേറിയ മാനസികവും തന്ത്രപരവും ഭൗമരാഷ്ട്രീയപരവുമായ വശങ്ങൾ വെളിപ്പെടുത്തുന്നു. മിക്ക ആളുകളും പണം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സമ്പത്ത് എങ്ങനെ സംരക്ഷിക്കാമെന്നും വളർത്താമെന്നും തന്ത്രപരമായി സ്ഥാപിക്കാമെന്നും ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.